നമസ്കാരം. എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. വിഷയം സഭ വീണ്ടും ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷത്തെയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം സഭയിൽ ഒരു കയ്യാങ്കളിയുടെ വക്കോളം എത്തി നിൽക്കുന്ന സഭാ നടപടികൾ, ഈ ബാനർ പിടിക്കുക, ഡയസിലേക്ക് നമ്മുടെ സ്പീക്കറിന്റെ ഡയസിലേക്ക് ചാടിക്കയറുക, അവിടെ നിന്നുകൊണ്ട് ബാനർ, സ്പീക്കറുടെ മുഖം മറയുന്ന രീതിയിൽ ബാനർ പിടിക്കുക, സഭാ നടപടികളെ അപ്പാടെ അങ്ങ് ഇല്ലായ്മ ചെയ്ത് കളയുക എന്നുള്ള സമീപനമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മുടെ പ്രതിപക്ഷം സഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊരു ശരിയായ നടപടിക്രമമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. നമുക്ക് അറിയാം, ഇതിനു മുൻപ് 2015 കാലഘട്ടത്തിൽ ഇവിടെ നടന്ന ഒരു നിയമസഭാ കയ്യാങ്കളി കേസിന്റെ ഒരു കാര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് ഇവരിപ്പോഴും പിന്തുടരുന്നു എന്നുള്ളതാണ്. അതായത് അന്ന് നടത്തിയത് LDF ആയിരുന്നെങ്കിൽ അതിന് ജെനുവിനായിട്ടുള്ള ഒരു കാരണമുണ്ടായിരുന്നു. ആ കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയും. അന്ന് കോൺഗ്രസ്സുകാർ തന്നെ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ഒരു വലിയ രാഷ്ട്രീയ നാടകത്തിന്റെ ബാക്കിപത്രമായിരുന്നു. കെ എം മാണിയുടെ വീട്ടിലേക്ക് വിജിലൻസിന്റെ റെയ്ഡ് വരെ പദ്ധതിയിട്ടത് ഈ CPM-ലെ ആരെങ്കിലും, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലല്ല എന്ന് നമ്മൾ ഓർക്കണം. അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തതും അതിന്റെ പിന്നിൽ ബിജു രമേശ് അടക്കമുള്ളവരുടെ മൊഴികൾ പുറത്തു വന്നതും കെ ബാബു അടക്കം അതിനകത്ത് ബാർ കോഴയുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് എന്നുള്ള വിവരം പുറത്തു വന്നതിന് ശേഷം ഈ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു നോട്ടീസ് പുറപ്പെടുവിക്കുന്നതും ഈ KM മാണി എന്ന് പറയുന്ന മാണി കോൺഗ്രസിന്റെ ഉന്നതനായിരുന്ന നേതാവിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും ചെയ്തത്. അന്ന് നോട്ട് എണ്ണുന്ന മെഷീൻ വരെ കണ്ടെത്തി എന്നുള്ളതാണ് അന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ കോൺഗ്രസ്സുകാർ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയത്തിൽ ഉൾപ്പെട്ട കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി നടത്തിയ, എന്ന് തന്നെ പറയേണ്ടി വരും, ആ KM മാണി സഭയിലേക്ക് ധനകാര്യ ബില്ല് അവതരിപ്പിക്കാനായി, അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന ബഡ്ജറ്റ് അവതരണത്തിനായി വന്നപ്പോൾ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ പ്രതിപക്ഷം നടത്തിയ പോരാട്ടമായിരുന്നു അന്ന് നമ്മൾ കണ്ടത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല സ്ഥിതി. ഇവിടെ കുറേയധികം ബാർ ഉടമകളുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തിട്ടുള്ള ഒരു വലിയ അഴിമതിയാണ്. ഇവിടെ എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്? ഈ പറയുന്ന ഏതെങ്കിലും സഭയ്ക്കുള്ളിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രി ഈ പറയുന്ന ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരാണോ? അതിന് കൃത്യമായി തെളിവുകളുണ്ടോ? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. കാരണം ഇതിൽ അവിടെ ഇരിക്കുന്ന ഒരാൾക്കെതിരെയും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ആക്ഷേപമോ പരാതിയോ ഉന്നയിക്കാൻ ഇതുവരെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്കെല്ലാവർക്കും അറിയാം, കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന MLA-ക്കെതിരായി ഒരു പരാതി ഉയർത്തിക്കൊണ്ടുവരികയും അതിനെതിരെ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യപ്പെടുകയും ചെയ്ത ഒരു സംഭവം നടന്നത് ഈ അടുത്ത സമയത്താണ്. ഏകദേശം 100 ദിവസങ്ങൾക്ക് അപ്പുറമാവുന്നതേ ഉള്ളൂ. എന്നിട്ട് പോലും അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാതി. അദ്ദേഹം രാജിവെക്കണം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. ഇപ്പോഴും അത്തരത്തിലുള്ള ചില കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ഒരു തെളിവുകൾ പോലും ഇല്ലാത്ത വേറെ വി എൻ വാസവനെതിരായിട്ട് എന്ത് തെളിവുകളാണ് പ്രതിപക്ഷ നേതാക്കന്മാർക്ക് ഉയർത്താനുള്ളത്, അല്ലെങ്കിൽ സഭയിൽ പറയാനുള്ളത്? ഇവർക്കെതിരായി, ഈ 2 പേർക്കെതിരായി ഒരു നോട്ടീസ് പോലും നിയമപരമായി വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വി എൻ വാസവൻ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, വി എൻ വാസവനെ ഒരു ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്ന തരത്തിൽ ഒരു നോട്ടീസ് പോലും ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് പോലും എന്തിനാണ് സഭാ നടപടികൾ മുടക്കിക്കൊണ്ട് ഇവിടെ ഡയസിന് മുകളിൽ കയറി എന്ന് ആ ബാനറിലുണ്ടായിരുന്ന കമ്പൂരിയിട്ട്, ആ വടി ഊരിയിട്ട് അവിടെ വാച്ച് ആൻഡ് വാർഡ് ജീവനക്കാരെ തല്ലിയത്? അപ്പോൾ എന്താണ് ഇവർ പിന്നിൽ ലക്ഷ്യം വെക്കുന്ന അജണ്ട? ഇവർ പറയുകയാണ്, ഇതിനു മുൻപ് 2015 നടന്ന സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്, അന്ന് ആരോപണ വിധേയനായി ഇതേ ആഭ്യന്തര വകുപ്പ് മന്ത്രി നോട്ടീസ് ഇഷ്യൂ ചെയ്ത് വീട്ടിൽ റെയ്ഡ് നടത്തിയ ഒരു മന്ത്രി സഭയിൽ വന്നിട്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു. അതിനെയായിരുന്നു അന്നത്തെ പ്രതിപക്ഷം എതിർത്തത്. എന്തുകൊണ്ട് അത്രയും വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെ പ്രതിരോധിക്കാൻ എന്നവണ്ണം ഭരണപക്ഷത്തുണ്ടായിരുന്ന നേതാക്കന്മാർ, MLA-മാര് കൃത്യമായി അവിടെ ഒന്ന് പ്രൊവോക്കേഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊരു ന്യായീകരണമായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വിലയിരുത്താം. ഇതൊരു ന്യായീകരണമായി പറയുന്നതല്ല. പക്ഷെ അന്നുണ്ടായ സംഭവത്തിൽ നിന്നും നേരെ തിരിച്ചല്ലേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ സഭയിൽ. അപ്പോൾ അതുമായി ഇതിനെ എങ്ങനെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ കഴിയും? KM മാണിയെ പോലെ കുറ്റാരോപിതനായ ഒരു വ്യക്തി നിയമസഭയ്ക്കുള്ളിൽ ഇല്ല.
ആ നിയമസഭയ്ക്കുള്ളിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രക്ഷോഭം നടത്തുന്നത്? അപ്പൊ തീർച്ചയായും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്നുള്ള തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെ വീണ്ടും പുനരവതരിപ്പിക്കുക എന്നൊരു ശ്രമം മാത്രമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് കനകോലു മാമന്റെ നിർദ്ദേശപ്രകാരം ഇതിനെ, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന വിഷയത്തെ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടുന്ന പോലെ വലിച്ചു നീട്ടി കൊണ്ടെത്തിക്കുക. ഇതിനെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതാണ്. എന്നിട്ട് സർക്കാരിനെ ഇങ്ങനെ ഏതോ ഒരു പുകമറയ്ക്കുള്ളിൽ നിർത്തിക്കൊണ്ട് സർക്കാർ കുറ്റക്കാരാണ് എന്ന് വരുത്തി തീർക്കുക. അതായത് ഇടതുപക്ഷക്കാര് മുഴുവൻ സ്വർണം കൊള്ള ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് വരുത്തി തീർക്കുക. അതാണ് ലക്ഷ്യം, ഒന്നാമത്തെ ലക്ഷ്യം. ഇനി ഇതിനകത്ത് മറ്റൊരു വർഗീയ അജണ്ട കൂടി പ്രവർത്തിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു വർഗീയ അജണ്ട ഉണ്ടാകുമെന്ന് നമുക്ക് സംശയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, കനകോലു അപ്പുറത്ത് ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. BJP വിജയിപ്പിക്കാൻ വേണ്ടി പലയിടത്തും ഇതേ സ്ട്രാറ്റജി തന്നെയായിരുന്നു കനകോലു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ കനകോലു ഉയർത്താൻ പോകുന്ന എന്താ ഒരു വർഗീയ ഇഫക്റ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ കനകോലു ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട വർഗീയ ഇഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ശബരിമല എന്ന് പറയുന്നത് ഒരു വിശ്വാസികളുടെ പ്രശ്നമാണ്. അതായത് ഒരു ഹിന്ദു സമൂഹത്തിന്റെ ഒരു വലിയ വിഷയമാണ്. ഈ വിഷയത്തിലൂടെ ഹിന്ദു വോട്ടുകളെ നേരെ UDFിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇതിനകത്ത് ഉൾച്ചേർന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് ഇത് പോകാനുള്ള കാരണം? ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു പരിപാടി അവതരിപ്പിച്ച സമയത്ത് NSS അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ LDFന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം വന്നു. അപ്പൊ ഇതോടുകൂടി UDFന് മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. ഹിന്ദു വോട്ടുകൾ LDFിലേക്ക് ഏകീകരിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ളത് കൃത്യമായി UDFന് മനസ്സിലാക്കുന്നു. ഈ വോട്ടുകളെ തിരിച്ച് ഇവിടേക്ക് എത്തിക്കണം. അതിനുവേണ്ടി നടത്തുന്ന പരിശ്രമമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇവിടെയാണ് വർഗീയ അജണ്ട പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും ഇതിനകത്ത് ഹിന്ദു വോട്ടുകൾ മാത്രം മതിയോ? പോരാ, ന്യൂനപക്ഷ വോട്ടുകൾ കൂടി വേണം. ആ ന്യൂനപക്ഷ വോട്ടുകൾ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ബോധപൂർവമായ ശ്രമമായിരുന്നു ശബരിമലയ്ക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ കുറച്ച് അധികം ആരോപണങ്ങളെ എടുത്തുയർത്തി കാണിക്കുകയും ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ മുസ്ലിം സമൂഹത്തെ മുഴുവനായി കുറ്റപ്പെടുത്തിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് എന്ന തരത്തിലുള്ള ഒരു നരേറ്റീവ് ഈ പ്രതിപക്ഷ നേതാവ് തന്നെ സൃഷ്ടിച്ചെടുത്തത്. അത് അങ്ങനെ ഒരു സൃഷ്ടിയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം പിണറായി വിജയനുമായി വെള്ളാപ്പള്ളി നടേശന് യാതൊരു അടുത്ത ബന്ധവുമില്ല. വെള്ളാപ്പള്ളി നടേശൻ ഒരു SNDP എന്ന് പറയുന്ന ഒരു സംഘടനയുടെ SNDP യോഗത്തിന്റെ ഒരു നേതാവാണ്. അതേസമയം പിണറായി വിജയൻ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നേതാവുമാണ്. അപ്പൊ ഇവർ തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ സംശയം. വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരായി പറഞ്ഞതും അതെങ്ങനെയാണ് മുസ്ലിം വിരുദ്ധതയാകുന്നത് എന്നൊരു മറു ചോദ്യം അപ്പുറത്തുണ്ട്. എന്നാൽ ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും പിണറായി വിജയന്റെ വാക്കുകളായി വെള്ളാപ്പള്ളി നടേശൻ മാറി എന്നുള്ള തരത്തിൽ ഉള്ള പ്രവണത കൊണ്ടുവരികയും അപ്പൊ മുസ്ലിങ്ങളെ ഒന്നാകെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന രീതിയിലുള്ള ഒരു പുതിയ ഒരു ചിത്രീകരണം ഇവിടെ സംഭവിക്കുകയും ചെയ്തു. ഇതിലൂടെയാണ് ശരിക്കും ന്യൂനപക്ഷ വോട്ടുകളെ UDFിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കനകോലുവിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. അപ്പം ന്യൂനപക്ഷ വോട്ടുകളെ UDFിലേക്ക് എത്തിക്കാനുള്ള വർഗീയ അജണ്ട അവർ നടപ്പിലാക്കി വരുന്നു. ഹിന്ദു വോട്ടുകൾ UDFിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു അജണ്ടയും, അതായത് കൊഴിഞ്ഞുപോയ NSSനെ അടക്കം തിരിച്ച് തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ശബരിമലയെ വീണ്ടും 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 എടുത്തിങ്ങനെ ഉയർത്തി കാണിച്ചുകൊണ്ട് സഭയിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണം. അല്ലാതെ വേറൊന്നുമല്ല. അവിടെ കുറ്റാരോപിതനായ ഒരാൾ ഇരിപ്പില്ല, അല്ലെങ്കിൽ EDയോ അല്ലാന്നുണ്ടെങ്കിൽ SITയോ നോട്ടീസ് നൽകി അവിടെ വന്നിരിക്കുന്ന ഒരാൾ പോലുമില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് അവർക്ക് വെളുപ്പിച്ചെടുക്കാനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായുള്ള നടപടി, ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എത്തിക്സ് കമ്മിറ്റിക്ക് സ്വാഭാവികമായി നടപടി എടുക്കാൻ കഴിയാതെ വരികയും UDF സഭയിൽ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയും കൂടി വരും. അപ്പം ഇങ്ങനെ പറയുന്ന മൂന്ന് വിഷയങ്ങളെ അല്ലെങ്കിൽ ഒരു വിഷയത്തെ ഒതുക്കാൻ വേണ്ടി രണ്ട് വിഷയങ്ങൾ കത്തിച്ചു നിർത്തിക്കൊണ്ട് വോട്ടിനെ തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാൻ വേണ്ടി നടത്തുന്ന വെറും പൊറാട്ടു നാടകമാണ് ശരിക്കും സഭയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി മറ്റൊരു കാരണം കൂടി അതിനുള്ളിലേക്ക് ചേർന്ന് വരുന്നുണ്ട്. സോണിയാഗാന്ധി എന്ന് പറയുന്ന മുതിർന്ന നേതാവിനെ പറ്റി CPMകാർ ഇങ്ങനെ അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സോണിയാഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരുടെ മുതിർന്ന നേതാവ്
ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അത് തെളിയിക്കപ്പെട്ട അല്ലെങ്കിൽ തെളിവോടുകൂടി നിൽക്കുന്ന ഒരു വാസ്തവം തന്നെയാണ്. അല്ലാതെ അത് ഒരു ആരോപണമായി CPM ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉള്ളതല്ല. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കാണുന്ന 2 തവണ കാണുന്ന സമയത്തും കേരളത്തിലെ പ്രധാനപ്പെട്ട 2 MP അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതും പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടായതും ആ ഫോട്ടോഗ്രാഫ് എവിടെ നിന്നാണ് പബ്ലിക് ഒരു ഡൊമൈനിലേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഇതുവരെ നമ്മുടെ മുന്നിൽ ഒരു രൂപരേഖയുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വെളിപ്പെടുത്തൽ പോലും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ CPMകാരാണ് ഇത് വെളിപ്പെടുത്തിയതെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ CPMകാരുടെ കയ്യിലേക്ക് എങ്ങനെയാണ് സോണിയാഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവും അടൂർ പ്രകാശും ആന്റോ ആന്റണി എന്ന് പറയുന്ന 2 MP കൂടെ നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ CPMന്റെ കയ്യിൽ വരുന്നത് എങ്ങനെ എന്നൊരു ചോദ്യം അപ്പോഴവിടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത് പുറത്ത് വന്നിരിക്കുന്നത് ഒന്നുകിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിശ്വസ്തർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ കയ്യിൽ നിന്ന്, അതല്ലെങ്കിൽ അടൂർ പ്രകാശിന്റെ പക്കൽ അയാളുടെ വിശ്വസ്തൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ കയ്യിൽ നിന്ന് തന്നെ ആയിരിക്കാം എന്നുള്ളത് തന്നെയാണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഇനിയും പൊയ്ക്കോട്ടെ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ, ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരാൾ സോണിയാഗാന്ധിയെ കണ്ടതിൽ നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. അദ്ദേഹത്തിന് കാണാൻ കാര്യം ആ കൂടിക്കാഴ്ച നടക്കുന്ന 2 സമയങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മേൽ യാതൊരുവിധ ആരോപണങ്ങളും ഇല്ലായിരുന്നു. അതേസമയം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2 തവണ കൂടിക്കാഴ്ച നടത്തുമ്പോഴും തൊട്ടടുത്തായി മറ്റൊരാൾ നിൽപ്പുണ്ടായിരുന്നു. ആ ആളിന്റെ പേര് ഗോവർദ്ധൻ എന്നാണ്. കർണാടക ബെല്ലാരി സ്വദേശിയായ ഗോവർദ്ധനാണ്. എങ്ങനെയാണ് ഗോവർദ്ധൻ അവിടെ എത്തുന്നത്? ഇങ്ങനെ എന്തുകൊണ്ട് ഗോവർദ്ധൻ എത്തുന്നു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഒരാൾ സ്വർണം മോഷ്ടിച്ചവനും രണ്ടാമത്തെ ആൾ സ്വർണം വാങ്ങിയവനുമാണ്. അതായത് മോഷണം മുതൽ വാങ്ങിയ വ്യക്തിയുമാണ്. അതായത് മോഷ്ടിച്ചവരും വാങ്ങിയ വ്യക്തിയും എങ്ങനെ സോണിയാഗാന്ധിയുമായി 2 തവണ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ഒരു ചോദ്യം അവിടെ വളരെ പ്രസക്തമാണ്. ആ ചോദ്യത്തിനുള്ള മറുപടി എന്തുകൊണ്ടാണ് ആ കൂടിക്കാഴ്ചയിൽ പങ്കാളികളായ ഈ പറയുന്ന നമ്മുടെ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും വ്യക്തമായി തുറന്നു പറയാത്തത്? അവരുടെ വാ തുറന്നു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇതെല്ലാം. അവർ പറയാണ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ആ സമ്മാനം കൊടുത്തത് എന്താണെന്ന് അറിയില്ല. പക്ഷെ അറിയില്ല എന്ന് പറയുന്ന ഒരു മറുപടിക്ക് അവിടെ യാതൊരു പ്രാധാന്യവുമില്ല. കാരണം സോണിയാഗാന്ധിയെ കാണാൻ പോകുന്നതിന്റെ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം അറിഞ്ഞിരിക്കണം. കാരണം അവർ ഉത്തരവാദിത്തപ്പെട്ട 2 MP ലോക്സഭാ MP ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ സംഘടനയുടെ 2 പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഈ 2 പേരും. അവർക്ക് അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്ന മറുപടി കേരള ജനത വിശ്വസിക്കില്ല എന്ന് തന്നെ അർത്ഥം. ഇനി അവിടെ സോണിയാഗാന്ധിക്ക് സമ്മാനം നൽകിയിട്ടുണ്ടായിരുന്നു. ആ സമ്മാന പൊതിയിൽ എന്തായിരുന്നു? കയ്യിൽ കെട്ടിക്കൊടുത്തത് ഏലസാണോ അതോ സ്വർണ്ണ ബ്രേസ്ലെറ്റ് ആണോ, അതുമല്ലെങ്കിൽ ഒരു ചരട് മാത്രമായിരുന്നു? ഇത് വ്യക്തമാക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വവും ഈ പറയുന്ന 2 നേതാക്കന്മാർക്കുണ്ട്. കാര്യം അവർ രാഷ്ട്രീയക്കാരാണ്. ഈ പറയുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ആ ഉത്തരവാദിത്വമില്ല. അവിടെ കൂടിയിരിക്കുന്ന തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ബെല്ലാരിയിലെ ഗോവർദ്ധനും അതുമായി ബന്ധപ്പെട്ട് യാതൊരു ഉത്തരവാദിത്വങ്ങളുമില്ല. അപ്പം ഇതൊരു ഫേക്കായിട്ട് ഉണ്ടാക്കിയെടുത്ത, ഒരു AI ക്രിയേറ്റഡ് ആയിട്ടുണ്ടാക്കിയെടുത്ത ഒരു ചിത്രമല്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അവരവിടെ ഫോട്ടോയ്ക്ക് കൃത്യമായി പോസ് ചെയ്യുന്നുണ്ട്. ഇതും വളരെ വ്യക്തമായ കാര്യമല്ലേ? അപ്പൊ ഇതൊന്നും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് CPM സോണിയാഗാന്ധിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടോ സോണിയാഗാന്ധിയുടെ പ്രതിച്ഛായയെ മങ്ങലേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ നടത്തിയ ശ്രമങ്ങളല്ല എന്ന് സുവ്യക്തമാണ്. എന്നിട്ടും സോണിയാഗാന്ധിയെ പോലൊരു മുതിർന്ന നേതാവിനെ കേവല രാഷ്ട്രീയത്തിന് വേണ്ടി ഇതിനുള്ളിലേക്ക് വലിച്ചിഴക്കുകയാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന തരത്തിൽ എന്തിനാണ് പ്രചരിപ്പിക്കുന്നത്? അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല. ഇവിടെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി തോൽവി ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചത് കൊണ്ട് തന്നെ ഇനി അവരുടെ മുതിർന്ന നേതാക്കളെ കൂടെ ഇത്തരത്തിലുള്ള നാണംകെട്ട പരിപാടികളിലേക്ക് വലിച്ചിഴയ്ക്കുന്ന തരംതാണ നിലപാടുകളിലേക്കാണ് CPM പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഒരു ആഖ്യാനമോ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സഭയ്ക്കകത്ത്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വർണം കട്ടവരെ പിടിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ആരോപണം, അതായത് അതിലൂടെ സ്വർണ്ണക്കൊള്ള നടത്തിയ CPM ആണെന്ന് വരുന്നു. അതോടൊപ്പം തന്നെ വിശ്വാസി സമൂഹത്തെ മുഴുവൻ എതിരാക്കുന്ന തരത്തിലുള്ള ഒരു വർഗീയ പ്രചരണം നടത്തുന്നു. മുതിർന്ന നേതാക്കളെ അടക്കം കുറ്റം പറയുന്ന ഒരു പാർട്ടിയാണ് CPM. അതിന് കാരണം CPM തോൽക്കുമെന്നുള്ള ഒരു ഭയം കൊണ്ട് തന്നെയാണ് എന്ന തരത്തിൽ ഇത്തരത്തിൽ 3 തരത്തിലുള്ള അജണ്ടകളാണ് ശരിക്കും ഈ സഭാ നടപടികൾ ബഹിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെയാണ് ജനങ്ങളോട് ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അല്ലാതെ പറയേണ്ട SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി അന്വേഷണം വഴിതിരിച്ചു വിടുന്നു.
ഇതല്ലേ പ്രധാനപ്പെട്ട ആരോപണം. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതേ ഉള്ളൂ. അങ്ങനെ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇവിടുത്തെ സർക്കാർ അങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിൽ ഹൈക്കോടതി നിയോഗിച്ച ആ SITയെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാനാണ് ഇവിടുത്തെ സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഒരു ഹൈക്കോടതിയെ നേരിട്ട് സമീപിക്കാൻ കഴിയാതെ പോകുന്നത്? അതിന് നിയമപരമായ ഒരു ആക്ഷൻ എടുക്കാൻ കഴിയുമല്ലോ. അപ്പോൾ ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ, കോടതിക്ക് മുന്നിലേക്ക് അങ്ങനെ സമ്മർദ്ദം ചെലുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം തെളിവുകളുണ്ടോ ആ തെളിവുകൾ കൂടി ഹാജരാക്കിക്കൊണ്ട് വേണം കോടതിയെ സമീപിക്കേണ്ടത് എന്നുള്ള ഒരു വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് VD സതീശനും കൂട്ടർക്കും ഇങ്ങനെ ഒരു ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയില്ല. കാരണം ഇവരുടെ കയ്യിൽ ഒരു കഴഞ്ച് തെളിവ് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവർ എങ്ങനെ കോടതിയെ സമീപിക്കും? ഇതാണ് അവർ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള വിടുവായത്വം വിളിച്ചു പറയുമ്പോൾ ആ 100 പേർക്കിടയിലേക്ക് അതിലൊരു 5 പേർ വിശ്വസിച്ചാൽ അത്രയും മതി എന്ന് ചിന്തിക്കുന്ന തരംതാണ രാഷ്ട്രീയ നാടകമാണ് ശരിക്കും UDF അല്ലെങ്കിൽ പ്രതിപക്ഷം സഭയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതൊക്കെയാണ് UDFന്റെ പുതിയ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.